ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്കുള്ള തിരുവോണ സദ്യയ്ക്കുള്ള വിഭവങ്ങളുമായി തിരുവോണത്തോണി കോട്ടയം കുമാരനെല്ലൂർ മങ്ങാട്ടില്ലത്തു നിന്നും പുറപ്പെട്ടു. അനൂപ് നാരായണ ഭട്ടതിരിയാണ് ചുരുളൻ വള്ളത്തിൽ പത്തനംതിട്ട കാട്ടൂർക്കടവിലേക്ക് യാത്ര തിരിച്ചത്. പതിവ് തെറ്റാതെയാണ് ഇക്കുറിയും കുമാരനെല്ലൂരിലെ മാങ്ങാട്ടില്ലത്തു നിന്നും തിരുവോണത്തോണി പുറപ്പെട്ടത്. മാങ്ങാട്ടില്ലത്തിന് പാരമ്പര്യ വഴിയിൽ കിട്ടിയതാണ് ഈ അവകാശം. അനൂപ് നാരായണ ഭട്ടതിരി ഇത് 4ാം തവണയാണ് തലമുറ കൈമാറിയുള്ള ആചാരം ഏറ്റെടുത്തത്. ഓണനാളിൽ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ തിരുവോണ സദ്യക്കുള്ള വിഭവങ്ങളാണ് ഈ അകമ്പടി തോണിയിൽ കൊണ്ടുപോകുന്നത്. ഇല്ലത്തിന് ശേഷം സമീപത്തെ തോട്ടിലൂടെ മീനച്ചിലാർ വഴി വേമ്പനാട്ട് കായലിലൂടെ പമ്പയിൽ എത്തി 3ാം ദിവസം കാട്ടൂരിലെത്തും. ഇവിടെ നിന്നും കാട്ടൂർക്കരയിലെ 18 തറവാടുകളിൽ നിന്നുമുള്ള പ്രതിനിധികൾ ഭട്ടതിരിക്കൊപ്പം യാത്രയിൽ ചേരും. തുടർന്ന് തിരുവോണനാളിൽ തിരുവോണത്തോണി ആറന്മുളയിലെത്തും. ആറന്മുള ക്ഷേത്രത്തിലെ അത്താഴപൂജയ്ക്ക് ശേഷമാണ് നാരായണ ഭട്ടതിരി മടങ്ങുക. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പമ്പയുടെ തീരത്ത് കാട്ടൂരെന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു നമ്മുടെ പൂർവികർ താമസിക്കുന്നത്. അന്നത്തെ മുത്തശ്ശൻ, വലിയ മുത്തശ്ശൻ, ഇപ്പോൾ എല്ലാ വർഷവും തിരുവോണത്തിന് കാലുകഴിച്ചൂട്ട് നടത്തുക എന്നൊരു പതിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരു വർഷം ആരും തന്നെ വരാണ്ടാവുകയും അദ്ദേഹം പൂജാമുറിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ബ്രാഹ്മണ ബാലൻ വിശക്കുന്നു എന്ന് പറഞ്ഞ് മുൻവശത്ത് വരികയുണ്ടായി. ബാലനെ സ്വീകരിച്ചിരുത്തി ഭക്ഷണം കൊടുത്തു. പിറ്റേ വർഷം ഉത്രാടത്തിൻ്റെ മുമ്പ് മുത്തശ്ശന് ഒരു സ്വപ്നദർശനം ഉണ്ടാവുകയാണ്. സാക്ഷാൽ തിരുവാറന്മുളയപ്പൻ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു, കഴിഞ്ഞ വർഷം വന്ന ബാലൻ ഞാനായിരുന്നു, എല്ലാ വർഷവും ഇനി ഇവിടെ ആറന്മുളയിൽ കൊണ്ടുവന്ന് എനിക്ക് സദ്യ തന്നാൽ മതി, അങ്ങനെ പറഞ്ഞ് സ്വപ്നത്തിൽ നിന്ന് മറഞ്ഞു. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ സന്നിഹിതരായി. കൈരളി ന്യൂസ്, കോട്ടയം.